ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മേശൻ ജോസ്. ഇന്നലത്തെ വിഷ്വൽ ലാൻഡ്സ്കേപ്പിൽ എടുക്കാണ്ട് പോർട്രേറ്റിൽ നശിപ്പിച്ച പോലെ ഞാൻ നശിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഞാനിത് എന്തിനെ കുറിച്ചാണ് പറയണത്. പക്ഷേ ഇനിയുള്ള വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനെ കുറിച്ചാണ് പറയണതെന്ന്. അപ്പോൾ സമയം 5:40 ഞാൻ ഇപ്പോൾ 10 പോകാൻ സമയിരിക്കുക. പിന്നെ ബാക്കി 10 വന്നിട്ടാണ് ഗൈസ്. തന്നെ വൈകി ഞാൻ പോട്ടെ. രാവിലെ 5:20 ഒരു വ്ളോഗ് റെക്കോർഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ സമയം 6:50 കഴിഞ്ഞു. വ്ളോഗ് റെക്കോർഡ് ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാൻഡ്സ്കേപ്പിന് വരും പോർട്രേറ്റിലെടുത്തത്. അങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയി. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാൻ പിന്നീട് ഓർത്തത് ഇങ്ങനെയായിരുന്നു എടുക്കേണ്ടതെന്ന്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് ആ കാര്യം വിട്ടുപോയി, അതാ പറ്റിയത്. ഞാൻ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. രാത്രി കിടന്നപ്പോൾ 4:50 എഴുന്നേൽക്കുന്നു, ഇങ്ങനെ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന വീഡിയോ എടുക്കുന്നു, ഓരോന്നിങ്ങനെ സെറ്റായിട്ട് കാണിക്കുന്നതായിരുന്നു. പക്ഷെ 4:50 അങ്ങോട്ട് എഴുന്നേൽക്കണേ. സാധാരണ എല്ലാവരും 4:50 അലാറം വെച്ച് എഴുന്നേൽക്കും. സംഭവം ന്യൂസിലിടും 5:10, 5:20 അങ്ങനെയായിരുന്നു. നാളത്തെ രാവിലെ വീഡിയോ അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കയറ്റാൻ നോക്കാം. പണി ഇന്നത്തെ ഫ്ലോപ്പ് ആയപ്പോഴല്ലോ. അപ്പോഴത്തേക്കും ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളിലേക്ക് ഞാൻ അടുത്ത എന്താണെന്ന് ഇനി കാണിച്ചു തരാം. അടുത്ത എന്താ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ പാലവിടെ ഇരിക്കണ്ടാവും. ഞാൻ ചായ കുടിക്കാറില്ല, ചായയും കോഫിയൊന്നും കുടിക്കാറില്ല. കാരണം ഞാൻ എവിടെയോ കേട്ടു ചായയും കോഫിയും അഡിക്റ്റീവാണ്, കുടിച്ചില്ലെങ്കിൽ തലവേദന വരും, തലവേദനയൊക്കെ ഓരോന്നും നേരത്തെ കുടിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നിനോട് ഇങ്ങനെ അഡിക്റ്റായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചായ കൊണ്ട് കുടിക്കുന്നത് നിർത്തി. ഇപ്പം 3.5 വർഷം കുറേ ചായ കുടിച്ചിട്ട്. ലാസ്റ്റായിട്ട് ചായ കുടിച്ചിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നോ പറയാൻ പറ്റാണ്ട് ഞാൻ കുടിച്ചത്. അത് നിർത്തിയ സമയത്തായിരുന്നു. പിന്നീട് ഞാൻ പിന്നെ അവിടെ പാലിരിക്കണ്ടാവും. അപ്പോൾ വെറുതെ പാലെടുത്ത് കുടിക്കാറാണ് പതിവ്, കാൽഷ്യം കിട്ടട്ടെന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാലെടുക്കും, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും, നേരെ പോയിട്ട് ഷേക്ക് അടിക്കും. അപ്പോൾ സാധാരണ പാല്, ബർബോൺ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് സിറപ്പ്, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഓരോരോ ഷേക്ക് ആയിരിക്കും ഓരോ ദിവസം. ഈന്തപ്പഴമൊക്കെ ഇടും. പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇത് നമ്മുടെ പഴം അവിടെ ഇരിക്കാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇവിടെ ചിങ്ങമ്പഴം ഉണ്ട്. അപ്പോൾ ഞാൻ ഷാർജ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. കണ്ടില്ലേ, ഡാഡി അപ്പം മേടിച്ച് നോക്കണം. എല്ലാം എപ്പോഴും ഇവിടെ പഴം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിച്ചണിൽ പാലിരിക്കുന്നുണ്ടാവും. ഞാൻ പാല് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഇങ്ങനെ എടുക്കും, കറക്റ്റ് അളവ് നോക്കി എടുക്കും. മീൻസ് ഈ ഷേക്ക് അടിച്ചിട്ട് ഈ ഗ്ലാസ്സിൽ തന്നെ ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഗ്ലാസ് എന്ന് പറയണ പോലെ നമുക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഇട്ടെടുക്കും. അപ്പോൾ പാലിനിപ്പോൾ ചൂടുണ്ട്. ചൂടുള്ളതുകൊണ്ട് ഫസ്റ്റ് ഇങ്ങനെ പാത്രത്തിൽ വെച്ച് ഞാൻ ആറ്റാൻ വെക്കും. ഓക്കെ, അപ്പോൾ ഇതിനി ഇവിടെ ഒഴിച്ചിട്ട് നമ്മൾ ഫാനിടും. ഫാനിട്ടിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഷാർജ ഷേക്ക് അടിക്കാമെന്ന് ആലോചിക്കണം. അപ്പോൾ ഹോർലിക്സോ ബൂസ്റ്റോ ഇല്ല, പോയിട്ട് ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഒരു 5-ൻ്റെ പാക്കറ്റ് 5 ഇന്നത്തേക്കല്ലേ, അപ്പോൾ അതൊന്ന് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഞാൻ 10-ൻ്റെ കോയിൻ മാറ്റി വെച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 രൂപ മതി. 5-ൻ്റെ കോയിനോട് ഇരിക്കേണ്ട, പക്ഷേ ഞാനത് മാറ്റി വെച്ചുകൊണ്ട് എടുക്കാനുള്ള. നമുക്ക് 10-ൻ്റെ കോയിനായിട്ട് ഹോർലിക്സോ ബൂസ്റ്റോ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. കൊറോണ വന്ന സമയത്തൊക്കെ ഭയങ്കര കോഷ്യസ് ആയിരുന്നു. ഞാൻ എപ്പോഴും മാസ്ക് വെക്കും, മാസ്ക് വെച്ചിട്ടൊക്കെ പോകുള്ളൂ. പക്ഷേ പിന്നെ കൊറോണ ഇത്ര നാളായിക്കാനപ്പോൾ എനിക്ക് കൊറോണ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനുള്ളതൊക്കെ പോയി. അപ്പോൾ എന്നാലും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. ബൂസ്റ്റ് കിട്ടി, പക്ഷേ ചെറിയൊരു മണ്ടത്തരം കാണിക്കാൻ കടയിൽ വെച്ചൊരു ഷോട്ട് എടുത്തായിരുന്നു. അത് ഞാൻ പിന്നെയും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് പോർട്രേറ്റിലെടുത്ത. അപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാര്യം ഇനി അടുത്ത എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. പറഞ്ഞില്ലേ പാൽ ആറിയിട്ട് എന്ത് ചെയ്യാമോന്ന് കാണിച്ചു തരാം. ഞാൻ കടയിൽ പോയി ബൂസ്റ്റ് മേടിച്ചു വന്ന സമയത്ത് പാൽ ആറിയിട്ടുണ്ട്. പിന്നെ ഈ പാല് തിരിച്ച് ഇതിൽ നിന്ന് നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ആക്കണം. എന്നിട്ട് ഫ്രീസറിൽ തണുക്കാം. നല്ലോണം ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഫ്രീസറിൽ വെക്കണം. ആ പ്ലാൻ മാറ്റി നേരെ ഇപ്പോൾ ഷേക്ക് അടിക്കാൻ പോവാം. ഞാൻ എങ്ങനെ ഷേക്ക് അടിക്കണമെന്നും എന്തൊക്കെ അതിൽ നിന്നും കാണിച്ചു തരാം. കമാ
ഗായ്സ്, അപ്പോൾ നമുക്ക് ഷെയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം ഗായ്സ്, ഫസ്റ്റ് അടിപൊളി അല്ലെങ്കിലും കൊള്ളാം. ശ്രദ്ധിച്ചായിരുന്നു, ഫസ്റ്റ് എടുത്തപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ എടുത്തപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് കുടിച്ച് നോക്കിയപ്പോൾ മധുരം പോരായിരുന്നു. ഞാൻ പിന്നെയിട്ട് ഒന്നും കൂടി പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചായിരുന്നു. അപ്പോൾ അമ്മക്കും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൊടുത്തു, എൻ്റെ നിന്നും കുറച്ച് കൊടുത്തു. അതാ ക്വാണ്ടിറ്റി കുറഞ്ഞത്. അപ്പം നല്ല ഷെയ്ക്കായിരുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പം ഇനി അടുത്തതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാ ദിവസവും നമ്മൾ കഴിക്കണം, 2 എണ്ണം വെച്ച്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഐസ്ക്രീം എങ്ങനെ 2 എണ്ണം വെച്ച് കഴിക്കുന്നതെന്ന്, 2 ടബായിട്ടെടുത്ത് കഴിക്കാനോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അല്ല ഗൈസ്, ഇതിനകത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഈന്തപ്പഴമാണ് ഗൈസ്, കണ്ടോ, ഈന്തപ്പഴമുണ്ട്. 2 ഈന്തപ്പഴം വെച്ച് നമ്മൾ കഴിക്കണം ഡെയിലി. ഗൈസ്, ഞാനിങ്ങനെ ഈന്തപ്പഴം കഴിച്ച് അതിലേക്കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് ഓർത്ത, ഞാനിങ്ങനെ ചില ദിവസങ്ങൾ രാവിലെ 2 ഈന്തപ്പഴം എടുത്തിട്ട് ഈ മുകളിലെ സാധനം അകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് പാലിടും. എന്നിട്ടൊരു 5 to 10 minutes ബോയിൽ ചെയ്യും. അങ്ങനെ ബോയിൽ ചെയ്തിട്ട് ആറ്റാൻ വെക്കും. ആറിക്കഴിയുമ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ട് ഞാൻ അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെക്കും. എന്നിട്ട് ആ പാലങ്ങനെ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ പാൽ ഉപയോഗിച്ച് ഞാൻ ഷെയ്ക്ക് അടിക്കാൻ എടുക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ്സ് ആർ റിച്ച് ഇൻ ഫൈബർ. പിന്നെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് നല്ലോണം വർദ്ധിപ്പിക്കും അത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെളുക്കുകയൊക്കെ ചെയ്യും. എന്നെ നോക്കണ്ട, ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കുടിക്കാൻ തുടങ്ങിയിട്ട്. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഗൈസ്, ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. സത്യം പറഞ്ഞാൽ ആ പാലും ആ ഈന്തപ്പഴത്തിൻ്റെ ഷോട്ട് അടിക്കാൻ കുറേ നേരം എടുത്തായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്സ് വരുമായിരുന്നു, ഓടുന്ന സൗണ്ടും എനിക്ക് തെറ്റിപ്പോലെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അത് കാരണം ഞാനതിങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമായിരുന്നു. എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ടാണ് പറയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോഴത്തേക്കും ഞാനങ്ങനെ ഭയങ്കര ഇച്ചിരി ടെൻഷനായിട്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ ഒരാളെ കണ്ടത്. ആളെ കണ്ടിരുമ്പോൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഞാൻ എന്തായാലും ഇവിടെ ഒരാളുണ്ട്, അവൻ ഇപ്പോൾ ഫ്രണ്ട് ക്യാമിൽ ഇതിൻ്റെ ക്ലിയർ ആവില്ല, ഞാൻ അവൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. പ്രേയിങ് മാൻറ്റിസ് ആയിരുന്നു. അവൻ്റെ ഒപ്പം കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് അവനെ കയ്യിലൊക്കെ എടുത്ത് കുറച്ച് നേരം റിലാക്സ്ഡ് ആയി ഒന്ന് വന്നതിന് ശേഷം ഞാൻ ലാസ്റ്റ് ആ ഷോട്ട് എടുത്തത്. അങ്ങനെയാണ് എനിക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അവൻ എന്നെ സഹായിച്ചത്. ഞാൻ നോക്കട്ടെ അവനൊന്ന് കിട്ടുമോ നോക്കട്ടെ. ഗൈസ്, ഇതാണ് ആൾ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഭയങ്കര ബ്ലറി ആയിട്ടായിരിക്കും കാണണം. അവൻ എൻ്റെ മുഖത്തേക്ക് ചാടാൻ ചെറിയൊരു പ്ലാനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് നോക്കി നോക്ക്. ഇതാണ് ഇതിനകത്ത് എന്തായാലും ക്ലിയർ ആയിരിക്കില്ല. എന്തായാലും ഇതാണ് ആൾ. പുള്ളിക്കാരൻ നല്ല മുഖത്തേക്ക് ചാടാൻ നല്ല പ്ലാനിലുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ ഒപ്പമാണ് അവൻ മുഖത്തേക്ക് ചാടാൻ തന്നെ അവൻ കണ്ണൊക്കെ അടച്ച് വെച്ചേക്കാം. എന്തായാലും ഇവനാണ് എന്നെ റിലാക്സ്ഡ് ആക്കിയത്. ഇവനെ അധികം ഡിസ്റ്റർബ് ചെയ്യണ്ട. ഒരു ബായ് പറഞ്ഞേക്ക്. ബായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ അല്ല. എന്തായാലും ഇവനെ തിരിച്ച് അവളെ കൊണ്ടാക്കിയേക്കാം, അധികം ഡിസ്റ്റർബ്ഡ് ആക്കണ്ട. ചാടും ഗൈസ്, എന്തോ ഓക്കെ കയറ്റി വിട്ടിട്ടുണ്ട്, കഴിഞ്ഞ് കൊടുക്കും. ഗൈസ്, ഞാനിപ്പോൾ കോളേജിൽ പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പത്തെ സ്റ്റോപ്പായിരുന്നു. അവിടെ ചെന്നപ്പോൾ വൈകിപ്പോയി, 1:10 ബസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത ജംഗ്ഷനുണ്ട്, അവിടെ ഒരു ലിഫ്റ്റ് അടിച്ച് വന്നിട്ട് അടുത്തൊരു ബസ്സുണ്ട്. ആ ബസ് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇന്നും ലേറ്റ് ആവും. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോളേജിൽ ലേറ്റ് ആയി പോയിട്ട് കുറച്ച് സീനാണ്. അപ്പോൾ ഇന്നും ബസ് മിസ്സായിപ്പോയി. ഇപ്പോൾ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ കോളേജിൽ പോയി എത്തി. ഭയങ്കര ടയേർഡാണ്. ചെറുതായിട്ട് തലവേദന എടുക്കുന്നതുകൊണ്ടൊക്കെ ഉണ്ട്. ഞാൻ നേരെ വന്നു, കൈ കഴുകി. നമ്മളെവിടെ പോയാലും നേരെ കൊണ്ട് കൈ കഴുകി വാട്ടർ ബോട്ടിലും ടിഫിനും സംഭവങ്ങൾ കൊണ്ടുപോയൊക്കെ എടുത്ത് വെച്ചു. നോർമലി ആരും ലൈക്ക് എനിക്ക് കോഴ്സ് എന്ന് വെച്ചാൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ, അപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വന്നു. ചിലവർ തന്നെ പുറത്ത് പോയി കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വെറുതെ ലൈക്ക് വീട്ടിൽ നിന്നുള്ള ഫുഡുള്ളപ്പോൾ എന്തിനാ വെറുതെ പുറത്തോട്ട് ഫുഡ് കഴിക്കുന്ന വെച്ച് ഫുഡും കൊണ്ടുപോകും. പിന്നെ മണ്ണൊക്കെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെയും കഴിക്കണം. അപ്പോൾ അത് എടുത്ത് വെച്ചു, എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് ബസ്സിന് പോയതുകൊണ്ട് ഷർട്ടിൻ്റെ ബാക്കിൽ അഴുക്കായിരുന്നു. അപ്പോൾ
എന്താ പറ്റിയെന്ന് വെച്ചാൽ പോയ സമയം നല്ല ചൂടായിരുന്നു. ഞാൻ വേർത്തപ്പോൾ ചാരി നിന്നുകൊണ്ട് വേർത്തപ്പോൾ അതിനകത്ത് അഴുക്കേറി പിടിച്ച് അമ്മേൻ്റെ ചെറിയ വഴക്കായിട്ട് വന്നേക്കണേ. നേരത്തെ ഞാൻ ബൈക്കിന് പോയിക്കൊണ്ടിരുന്ന ഞാനൊരു പാർട്ട് ടൈമായിട്ട് ജോബിന് കൊണ്ടുവരുന്നു. അപ്പോൾ അത് നിർത്തിയതുകൊണ്ട് ഞാനിപ്പോൾ ബസ്സിനാണ് പോണത്. അപ്പം ഇനി നേരെ പോയിട്ട് തണുത്തോളത്തിൽ കുളിക്കണം. നല്ല തണുപ്പുള്ള സമയമാണ്. പിന്നെ പോയിട്ട് തണുത്തോളത്തിൽ കുളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടാസ്ക്കാണ്. ലൈക്ക് ഞാൻ നോർമലി ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ ഉള്ളതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി തണുത്തോളത്തിൽ കുളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പോയിട്ട് തണുത്തോളത്തിൽ കുളിക്കണം. To break up, lonely is a man without love. Every day I start out, then I come my heart out. Lonely is a man without love. അപ്പോൾ ഗൈസ് വീഡിയോയിൽ ലെങ്ത് കൂടിയാണ് ഞാൻ വീഡിയോ എടുത്ത് നിർത്തുകയാണ്. നല്ല മഴ ചെറുതായിട്ട് കൂടി. ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് വന്നാൽ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ബാക്കിയുള്ള വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ യുവർ ഐസിൻ ജോസ്. ബൈ.